മംഗല്യം ഭാഗം 1. ഫോൺ നിർത്താതെ ഇരുമ്പുന്നത് കേട്ടുകൊണ്ട് ഹെഡ്സെറ്റ് എടുത്ത് തൻ്റെ കാതിലേക്ക് ഫിറ്റ് ചെയ്തു ജഗൻ. ഹലോ, ആ അമ്മ, ദാ എത്തി. ഒരു 5 മിനിറ്റ്സ് കൂടി നീ. ആക്ച്വലി നീ ഇപ്പം എവിടാ മോനെ? എത്ര നേരമായിട്ട് നീ ഇങ്ങനെ 5 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? എല്ലാവരും നിന്നെ കാത്തിരിക്കുക കേട്ടോ. ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ജഗ. അല്ലെങ്കിലും കാരണവന്മാരെ ഇരുത്തി മുഷിപ്പിക്കുന്നത് നിനക്കൊരു വല്ലാത്ത സന്തോഷമാണല്ലോ അല്ലേ? ഓ എൻ്റെ അമ്മേ, മതി മതി പറഞ്ഞത്. ഇതെങ്ങോട്ടായി കത്തിക്കയറണത്? അവൻ്റെ ചിരി കാതിൽ പതിഞ്ഞതും പാർവതി ഫോൺ കട്ട് ചെയ്തു. അമ്മൂമ്മയുടെ സപ്തതി ആഘോഷിക്കാൻ വേണ്ടി കോവിലകത്ത് എല്ലാവരും എത്തിച്ചേർന്നു. കറക്റ്റ് 12:30 നിലവിളക്ക് കൊളുത്തി ഒരു ആദരിക്കൽ ചടങ്ങൊക്കെ വെച്ച ശേഷം എല്ലാ അംഗങ്ങളെയും ഒന്നിച്ചു ചേർത്ത് സദ്യ കൊടുക്കുവാനായി പ്ലാൻ ചെയ്തത് പോലും ജഗനായിരുന്നു. അവന് ജീവനാണ് അവൻ്റെ അമ്മൂമ്മയെ. എന്നിട്ടിപ്പോൾ അവസാന നിമിഷം അവനെ കാത്തിരിക്കുവാണ് എല്ലാവരും. സമയം 12:45 കഴിഞ്ഞു. വല്യച്ഛൻ്റെയും അമ്മാമ്മയുടെയും കുത്തിവേർത്ത മുഖം ഓർക്കുമ്പോൾ ജഗന് ചിരി വന്നു. മാണിക്യമംഗലം കോവിലകം വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. ജഗൻ്റെ ബ്ലാക്ക് കളർ ഓടി മെയിൻ റോഡിൽ നിന്നും കോവിലകത്തേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് തിരികുകയും പെട്ടെന്നായിരുന്നു ഒരു സ്കൂട്ടി വന്നിട്ട് അവൻ്റെ വണ്ടിയിൽ തട്ടിയത്. ഓ ഗോഡ്! ജഗൻ തലയിൽ കൈവച്ചുകൊണ്ട് ധൃതിയിൽ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരു പെൺകുട്ടി റോഡിൽ വീണ് കിടക്കുന്നു. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗ്യം പോലെ തല ഇടിച്ചിട്ടില്ല. എണീക്കാൻ വയ്യാണ്ട് കിടക്കുന്ന പെണ്ണിൻ്റെ അരികിലേക്ക് ജഗൻ വേഗത്തിൽ നടന്നു വന്നു. എന്തെങ്കിലും പറ്റിയോടോ? ജഗൻ അവളെ താങ്ങി എണീപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്നവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. തൊട്ടുപോകരുത്, വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയിട്ട് സഹായിക്കാൻ വരുന്നോ? വളരെ പാടുപെട്ടുകൊണ്ടാണ് അവൾ എണീറ്റ് നിന്നത്. ഹെൽമെറ്റ് ഊരി മാറ്റാതെ തന്നെ അവനെ ദേഷ്യത്തോടെ നോക്കിയവൾ. കടും നീല നിറത്തിലുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ടാണ് ജഗൻ ധരിച്ചിരിക്കുന്നത്. ഷർട്ടിൻ്റെ കൈകൾ മടക്കി വയ്ക്കാതെ ബട്ടൺ ഇട്ടിരിക്കുകയാണ്. കോളറിൻ്റെ മുകളിലത്തെ 1-2 ബട്ടണുകൾ തുറന്നിട്ടിരിക്കുന്നത് അവൻ്റെ വേഷത്തിന് അല്പം കൂടി ലുക്ക് നൽകുന്നു. ഷർട്ടിന് അനുയോജ്യമായ രീതിയിലുള്ള ബേജ് നിറത്തിലുള്ള ഫോർമൽ പാൻസാണ് ജഗൻ ധരിച്ചിരിക്കുന്നത്. കൈത്തണ്ടയിൽ ഒരു ലക്ഷറി സിൽവർ ഗോൾഡ് മിക്സഡ് വാച്ച് ധരിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയടാ കോപ്പെ തനക്ക് വണ്ടി ഓടിക്കുന്നേ? ഇതുപോലെയുള്ള കുറേ അവന്മാർ കാരണം മാന്യമായ പെൺകുട്ടികൾക്ക് റോഡിലൂടെ പോകാനും പറ്റില്ലല്ലോ. അവൾ കൈ മടക്കി പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. ഒപ്പം അവനെ നല്ല ചീത്തയും വിളിച്ചു. എടോ, റോങ് സൈഡിൽ കയറി വന്ന് വണ്ടിക്ക് അടവച്ചതും പോരാഞ്ഞിട്ട് നിന്ന് പാരായണം കൂടി നടത്തുന്നോ? ആ പെൺകുട്ടിയുടെ സംസാരം കേട്ടതും അവനും അങ്ങ് ഫോമിലായി. അതേ, ഇപ്പം കുറ്റം മുഴുവൻ എനിക്കായല്ലേ? എടോ, താൻ ഇൻഡിക്കേറ്റർ ഇടാണ്ട് വണ്ടി തിരിച്ചതും പോരാ, എന്നിട്ട് എൻ്റെ മേലെ കയറാൻ വന്നാലുണ്ടല്ലോ. വന്നാൽ നീ എന്തു ചെയ്യും? പോലീസിൽ പരാതി കൊടുക്കും. കാണണോ തനിക്ക്? ആ, ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന മട്ടിൽ അവൻ ഇരു കൈകളും നെഞ്ചിന് കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി. മൾട്ടി കളേർഡ് ഒരു സ്ലീവ്ലെസ് ഷർട്ടാണ് അവൾ ധരിച്ചിരിക്കുന്നത്. പച്ചയും ഓറഞ്ചും കടും ചുവപ്പും തുടങ്ങിയ നിറകൾ ചേർന്ന ഈ ഷർട്ടിന് ഒരു കോളർ ഡിസൈനുണ്ട്. അതിൻ്റെ ഒപ്പം കടും നീല നിറത്തിലുള്ള ഒരു ഡെനിം ജാക്കറ്റും ധരിച്ചിട്ടുണ്ട്. റോഡിൽ വീണ് കിടക്കുന്ന സ്കൂട്ടി എടുത്ത് നിവർത്തി വയ്ക്കാൻ അവൾ ആവുന്നത്ര നോക്കിയെങ്കിലും അവളുടെ ശരീരം അതിനനുവദിക്കാതെ അവളെ പിന്തിരിപ്പിച്ചു. ജഗൻ വന്നിട്ട് കൂളായിട്ട് സ്കൂട്ടി ഉയർത്തി വെച്ചു. ഈർക്കലിക്കോലിൻ്റെ അത്രയേ ഉള്ളൂ, എന്നാലും നാവ് തരക്കേടില്ലല്ലോ. അവൻ പറയുന്ന കേട്ട് അവളുടെ മുഖം ഇരുണ്ടു. ഹെൽമെറ്റ് മാറ്റാഞ്ഞതുകൊണ്ട് അവളുടെ കൂർത്ത ഉണ്ടക്കണ്ണുകളാണ് അവൻ കണ്ടത്. തൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അവൾ ഉടനെ തന്നെ ജഗൻ്റെയും അവൻ്റെ കാറിൻ്റെയും കുറച്ച് പിക്ചേഴ്സ് എടുത്തു. തന്നെ പിന്നെ എടുത്തോളാം എന്ന മട്ടിൽ ആ പെൺകുട്ടി അവളുടെ സ്കൂട്ടിയിൽ കയറി. എന്നിട്ടത് ഓടിച്ചു പോയി. ഇതെന്തൊരു ഐറ്റം എന്ന അർത്ഥത്തിൽ അവൻ അവൾ പോയ വഴിയെ നോക്കി. പെട്ടെന്നായിരുന്നു അമ്മൂമ്മയുടെ സപ്തതിയുടെ കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ദൈവമേ, ഇന്നെന്നെ എല്ലാം കൂടി പൊങ്കാലയിടും. അവൻ വേഗത്തിൽ കാറിൽ കയറി. കാറ് നേരെ വീട് ലക്ഷ്യമാക്കി പായിച്ചു. 5 മിനിറ്റ് നമ്മയോട് പറഞ്ഞെങ്കിലും ഏകദേശം 15 മിനിറ്റോളം യാത്രയുണ്ടായിരുന്നു വീട്ടിലേക്ക്. അവൻ്റെ കാർ പടിപ്പുര കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടിരുന്നു അലങ്കരിച്ചു വെച്ചിരിക്കുന്ന വീടും പരിസരവുമെല്ലാം. മാണിക്യമംഗലം കോവിലകം, അതിവിശാലമായ മുറ്റം, കിഴക്കുവശത്തായി ആർത്തു നിൽക്കുന്ന തുളസിച്ചെടികൾ. അതാണ് എല്ലാവരുടെയും കണ്ണിൽ ആദ്യം പതിയുന്നതും.
മുറ്റത്തിന് ഇരുവശത്തും പല നിറത്തിലുള്ള പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ചെടികളിൽ ഇളം മഞ്ഞവെയിൽ തട്ടുമ്പോഴുള്ള കാഴ്ച അത് അതിമനോഹരമാണ്. ചെമ്പകം, തെച്ചിയും ചെമ്പരത്തിയും എല്ലാം പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്. കോവിലകത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു കൊച്ചു വീട് കൂടിയുണ്ട്. അതവിടുത്തെ ജോലിക്കാർക്കും കാര്യസ്ഥനും മറ്റും താമസിക്കാനുള്ള ഇടമാണ്. കോവിലകത്തിന് ചുറ്റും വലിയ പറമ്പുണ്ട്. ആ പറമ്പ് മുഴുവനും തെങ്ങും ആഞ്ഞിലിയും തേക്കുമാണ്. 100 കണക്കിന് തേങ്ങകൾ മുറ്റത്തിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. തേങ്ങ മാത്രമല്ല, നെല്ല് വിളവെടുക്കുന്ന സമയത്ത് നെല്ല് കൂന പോലെ കൂട്ടിയിടാറുണ്ട്. ഇതെല്ലാം കൂടാതെ അവിടുത്തെ ഒരു പ്രധാന വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് കോവിലകത്ത് ഒരാളോട് മാത്രമേ പ്രിയമുള്ളൂ. ഇളമുറ തമ്പുരാനായ ജഗൻ രാമനാഥനോട്. ജഗൻ്റെ വണ്ടി എത്തുമ്പോൾ സന്തോഷ സൂചകമായി അവനൊന്ന് ഇളകിയാടും. അത് കാണാൻ വേണ്ടി എല്ലാവരും ഉമ്മർത്ത് കാണും. ജഗന് 4 വയസ്സുള്ളപ്പോൾ ആ കോവിലകത്തേക്ക് വന്ന അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ പേര് അർജുൻ എന്നാണ്. കോവിലകത്തെ ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ തിടമ്പേറ്റുന്നത് അർജുനാണ്. അവൻ്റെ പുറത്ത് ജഗൻ ഇരിക്കുന്നത് കാണുമ്പോൾ താലപ്പൊലി ഏന്തി നിൽക്കുന്ന തരുണീമണികളുടെ മിഴികളിൽ പ്രണയഭാവം തുളുമ്പി നിൽക്കും. അങ്ങനെ അവിടെയുള്ള ഓരോ കാഴ്ചകളും വിളിച്ചോതുന്നത് കോവിലകത്തിൻ്റെ പ്രൗഢിയും ആസ്തിയുമാണ്. ജഗനകത്തേക്ക് കയറുമ്പോൾ തന്നെ ബാബുരാജിൻ്റെ പഴയ മെലോഡിയസ് ഗാനങ്ങൾ ഒഴുകിയെത്തുന്നത് കേൾക്കാം. അമ്മൂമ്മയ്ക്ക് ഏറ്റവും പ്രിയമാണ് ഈ പഴയ സിനിമാ ഗാനങ്ങൾ. ജഗൻ വണ്ടി ഒതുക്കി നിർത്തി. അവനെ കാത്തുന്ന പോലെ വഴിക്കണ്ണുമായി അവൻ്റെ അമ്മ പാർവതി നിൽക്കുന്നുണ്ട്. നീളൻ വരാന്തയുടെ തടിത്തൂണിൽ പിടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് നിൽക്കുവാണ് പാർവതി. കാത്തുനിന്ന് കണ്ണു കഴിച്ചോ എൻ്റെ അമ്മക്കളിക്ക്? അവനൊരു തമാശ പോലെ പാർവതിയുടെ കവിളിൽ തട്ടി. അത് ചോദിച്ചതും അവർ കളിയായി അവൻ്റെ കയ്യിൽ അടിക്കാനൊങ്ങി. എല്ലാവരും അവിടെ നിന്നെ കാത്തു നിൽക്കുക. നിന്റെ നിർബന്ധമല്ലായിരുന്നോ കേക്ക് മുറിക്കണമെന്നൊക്കെ? ഞങ്ങൾ ആകുന്നത്ര പറഞ്ഞിട്ടും നീ വരാതെ കേക്ക് മുറിക്കില്ലെന്ന് പറഞ്ഞ് അമ്മൂമ്മ നിൽപ്പുണ്ട്. വേഗം അകത്തേക്ക് നടക്ക്. അകത്തളത്തിലെ ടേബിളിന് നടുവിൽ വലിയൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനരികിൽ തന്നെ അമ്മൂമ്മയും അപ്പൂപ്പനും ആ വീട്ടിലെ മറ്റംഗങ്ങളുമുണ്ട്. മാണിക്യമംഗലത്തെ സേതുനാഥനും പത്മജയ്ക്കും മക്കൾ 5 ആണ്. 4 ആണും 1 പെണ്ണും. മൂത്തത് വിശ്വനാഥൻ, ഭാര്യ പ്രിയദർശിനി. സേതുനാഥൻ്റെ 4 ആൺമക്കളും മാണിക്യമംഗലം ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ബിസിനസ്സുകൾ നോക്കി നടത്തുകയാണ്. പ്രിയദർശിനി ഹൈക്കോടതിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റാണ്. അവരിരുവർക്കും 2 മക്കളാണ്. മൂത്തത് വിഷ്ണു. അവനൊരു യാത്രാപ്രേമിയാണ്. അങ്ങനെ വീട്ടിൽ കാണാറില്ല. കൂടുതലും യാത്രകളിൽ തന്നെയാകും. കൂടാതെ അവനൊരു യൂട്യൂബ് ചാനലുണ്ട്. മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ആളൊരു സെലിബ്രിറ്റി ആണെന്നും പറയാം. പക്ഷേ വീട്ടിലുള്ള ആരോടും അത്ര അടുപ്പമൊന്നുമില്ല. രണ്ടാമത് വിശ്വനാഥനും പ്രിയദർശിനിക്കും ഒരു മകളുണ്ട്. പേര് വിഭഞ്ചിക. ഭർത്താവ് വേദാന്ത്. ഇരുവരും ദുബായ് നേഴ്സുമാരാണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവരിരുവരും പരസ്പരം ഇഷ്ടത്തിലായിരുന്നു. പിന്നീട് പഠനശേഷം ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ അവർ വിവാഹം കഴിച്ചു. സേതുനാഥനും പത്മജയ്ക്കും രണ്ടാമതൊരു മകനാണ്, രാമനാഥൻ. ഭാര്യ ഗായത്രി. ഗായത്രി ഒരു വീട്ടമ്മയാണ്. അവർക്ക് 3 മക്കളാണ്. ആദിത്യനും വൃത്തിയും. ആദിത്യനും മാണിക്യമംഗലത്തെ ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തുന്നു. വൃത്തി മാണിക്യമംഗലം ട്രസ്റ്റിന് കീഴിലുള്ള അവരുടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പിന്നീടുള്ളത് ഒരു മകളാണ്, വാമി. അവർക്ക് ഏറെ താമസിച്ചുണ്ടായ ഒരു മകളാണിത്. അവൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3ാമത്തെ മകനാണ് രാമനാഥൻ. രാമനാഥൻ്റെ ഭാര്യ പാർവതി ഗവൺമെൻറ് കോളേജിലെ പ്രൊഫസറാണ്. അവർക്കും 2 മക്കളാണ്, ജഗന്നാഥനും മൈഥിലി. ജഗന്നാഥൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, മൈഥിലി PG ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി. സേതുനാഥനും പത്മജയ്ക്കും അടുത്തത് മകനാണ്, ശബരിനാഥൻ. ഭാര്യ ഹേമ ഒരു വീട്ടമ്മയാണ്. അവർക്കിരുവർക്കും ഒരേയൊരു മകൾ, അവളൊരു ടീച്ചറും. 5ാമത് അവർക്കൊരു മകൾ, മധുമിത, ഹൈസ്കൂൾ ടീച്ചർ. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അതിൻ്റെ പിന്നിൽ അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവർ 5 മക്കളും മാണിക്യമംഗലം വീട്ടിലാണ് താമസിക്കുന്നത്. ജഗൻ വന്നിട്ട് കേക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും കാത്തിരുന്നു. ജഗനെ കണ്ടതും
അമ്മൂമ്മ ഒരു കള്ള പരിഭവം കാണിച്ചു. അവൻ ഓടിച്ചെന്ന് അവരുടെ കവളി പിടിച്ചു. പിണങ്ങല്ലേ അമ്മക്കുട്ടി, ഇത്തിരി ലേറ്റായിപ്പോയി. നമ്മുടെ MLA വിശ്വനാഥൻ സാറ് ആളുടെ മോളുടെ ബർത്ത്ഡേ വിളിക്കാൻ വന്നു. 10 മിനിറ്റ് എന്ന് പറഞ്ഞു വന്ന ആള് സംസാരം കഴിഞ്ഞപ്പോൾ 30 മിനിറ്റ് വേസ്റ്റ്. വേണ്ട, നീ എന്നോട് മിണ്ടണ്ട. ഇന്നെൻ്റെ പെരുന്നാളായിട്ട് നീ ഇന്നലെ ഇന്നുമൊക്കെ എവിടെയായിരുന്നു? ശോ, എൻ്റെ അമ്മക്കുട്ടിയെ, ഇന്നലെ എനിക്ക് അർജൻറ്റായിട്ട് ഒരു കേസിൻ്റെ കാര്യത്തിന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അതുകൊണ്ടന്നെ ഇന്നലെയും ഇന്ന് രാവിലെയും ഒന്നും വരാൻ പറ്റാത്തത്. എന്തായാലും ജഗൻ വന്ന സ്ഥിതിക്ക് ഇനി വൈകിപ്പിക്കാതെ കേക്ക് കട്ട് ചെയ്യാം. സേതുനാഥിൻ്റെയും പത്മജയുടെയും മൂത്ത മകൻ വിശ്വനാഥൻ പെറുപുർ പറഞ്ഞു. പെട്ടെന്നാണ് ആളുകൾക്കിടയിൽ നിന്ന് മൈഥിലി ഓടിക്കിതച്ചു വന്നത്. കേക്ക് കട്ട് ചെയ്യില്ലേ? വലിച്ച ജാനി ഇതുവരെ വന്നില്ല. ജാനി വന്നില്ലേ? മൈഥിലി പറഞ്ഞതിന് മറുപടി പോലെ വിശ്വനാഥൻ ചോദിച്ചു. മൈഥിലിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജാനി എന്ന് വിളിക്കുന്ന ജാൻവി വർമ്മ. കോവിലകത്തുള്ള ആരും ഇന്നുവരെ ജാൻവിയെ കണ്ടിട്ടില്ലെങ്കിലും മൈഥിലി പറയുന്ന ക്യാമ്പസ് കഥകളിലൂടെ അവർ ജാൻവിയെപ്പറ്റി ഒരുപാട് കേട്ടിരിക്കുന്നു. ഇന്നാദ്യമായി മുത്തശ്ശിയുടെ പിറന്നാളിന് ജാൻവി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മൈഥിലിയെപ്പോലെ ആ കോവിലകം മുഴുവനും ജാൻവിയെ കാത്തിരിക്കുകയാണ്. പക്ഷെ ജഗൻ കൂടുതൽ സമയവും ജോലിത്തിരക്കിലായതിനാൽ അവൻ മാത്രം ഈ കഥകളൊന്നും കേട്ടിട്ടില്ല. അവനൊട്ട് അറിയില്ല താനും. ആഹാ, ഇതാരായി ജാൻവി? ബർത്ത്ഡേക്ക് ഞാൻ അറിയാത്തൊരു ഗസ്റ്റ്. നീ മാത്രമേ അവളെ അറിയാത്തേയുള്ളൂ. ഈ കുട്ടി അവളെപ്പറ്റി പറയാത്ത ഒരു നേരമില്ല. ഇതുവരെ നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും അവളെ നന്നായി അറിയാം. ശബരിനാഥനും പറഞ്ഞു നിർത്തി. അതെ, ഇനി നേരം ഇത്രയായ സ്ഥിതിക്ക് ജാനി കൂടി വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. അവസാന വാചകം പോലെ സേതുനാഥൻ പറഞ്ഞു നിർത്തിയതും ജഗൻ അവരെ ഓരോരുത്തരെയും മാറി മാറി നോക്കി. ഓഹോ, അപ്പോൾ കുടുംബക്കാർക്ക് മൊത്തം ജാനിയെ അറിയാലോ. കൊള്ളാലോ ആള്. എന്നാൽ ഇവരൊക്കെ ഇത്ര കാര്യമായിട്ട് കാത്തിരിക്കണമെങ്കിൽ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. ജഗൻ മനസ്സിലോർത്തു. അതേസമയം തന്നെയാണ് പുറത്തൊരു വണ്ടിയുടെ ഹോൺ അവർ കേട്ടത്. ദേ, ജാനി വന്നെന്ന് തോന്നുന്നു. അതും പറഞ്ഞുകൊണ്ട് മൈഥിലി ഉമ്മറത്തേക്ക് ഓടി. അവൾക്ക് പിന്നാലെ കുടുംബം മുഴുവനും ഉമ്മറത്തേക്ക് പോയി. ഒടുവിൽ ജഗൻ മാത്രം ലിവിംഗ് റൂമിൽ അവശേഷിച്ചപ്പോൾ അവനും അതാരാണെന്നറിയാനുള്ള കൗതുകത്തിൽ ഉമ്മറത്തേക്ക് നടന്നു. സ്കോട്ടിൽ നിന്നിറങ്ങുന്ന ജാൻവിയെ നോക്കി നിൽക്കുകയാണ് അവരോരോരുത്തരും. എല്ലാവരും മുൻപിൽ നിരന്നു നിന്നപ്പോൾ ജഗൻ തിരിഞ്ഞകത്തേക്ക് നടന്നു. അതേസമയം മിതു എന്നൊരു വിളിയൊച്ച അവൻ്റെ കാതിൽ പതിഞ്ഞത്. അത്ര പുതുമേലാത്ത ശബ്ദം കേട്ടതും ജഗനും ഒരു നിമിഷം അവിടേക്ക് മിഴികൾ പായിച്ചു. നിമി നേരത്തിനുള്ളിൽ അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. അഹങ്കാരി! ഈ അഹങ്കാരിയാണോ ഇവിടെയൊക്കെ ഉള്ളവരുടെ പ്രിയങ്കരി? ഒരു വേള എല്ലാവരോടും സംസാരിച്ചു നിന്ന ജാനിയുടെ മിഴികൾ ജഗനിലുടക്കി. തനിക്ക് തൊട്ടടുത്ത് നിന്ന മിതുവിൻ്റെ ചെവിയിലായി ജാൻവി ചോദിച്ചു. മിതു, ആ നിൽക്കുന്ന ഫ്രോഡിന് ഇവിടെ എന്താ കാര്യം? ഇഡിയറ്റ്! അവൻ കാരണമാണ് ഞാൻ എത്താൻ താമസിച്ചത്. ജാനി, അത് മിതു എന്തോ പറയാൻ തുടങ്ങിയതും ജാനി വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. നിന്റെ ഏട്ടൻ ACP അല്ലേ? ഏട്ടനെ കൊണ്ട് നല്ല 2 ഇടി ഇടിപ്പിക്കണം. അവൻ്റെ മൂക്കടിച്ച് പരത്തി അവനെ സ്റ്റിക്കറായിട്ട് ചുവരിൽ ചേർത്ത് വെക്കാൻ നോക്ക്. പണം എത്ര വേണേലും കൊടുക്കാം. എന്നാലും അവനെ വെറുതെ വിടരുത്. എവിടെ നിന്റെ ACP ബ്രോ? എവിടെ? പ്ലീസ് കോൾ ഹിം ഇമ്മീഡിയറ്റ്ലി. എന്നിട്ട് പിന്നെയും ജാനി എന്തോ പറയാനായി വന്നതും മിതു പെട്ടെന്ന് അവളുടെ വാപ്പൊത്തി. തുടരും. ഒരു കഥ തീർന്നു കഴിഞ്ഞ് തുടങ്ങിയാൽ മതിയെന്ന് ഓർത്തു. പക്ഷേ മനസ്സിൽ ഇതിട്ട് ഉരുട്ടി കളിക്കുക. പിന്നെ എന്ത് ചെയ്യും? സോറി കേട്ടോ. പിന്നെ കഥ ഇഷ്ടമായെങ്കിൽ കൂടെ കാണണം. പോലീസ് ഏമാനും ജാനിപ്പെണ്ണും സൂപ്പറാകും കേട്ടോ.